അടുത്ത ക്വസ്റ്റ്യൻ if t1 and t2 are unbiased for theta, find lambda such that lambda t1 plus 1 minus lambda t2 has the least variance. അപ്പോൾ t1ഉം t2ഉം തീറ്റേന് അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് കാണേണ്ടത്? പിന്നെ ലാംഡേൻ്റെ വാല്യൂ കാണണം. ഈ ഒരു ടേമിന് ലീസ്റ്റ് ഏറ്റവും ചെറിയ വേരിയൻസ് ഇതിനാണെങ്കിൽ ലാംഡേൻ്റെ വാല്യൂ എത്രയാണ്? ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടാവും. ഇനി നമുക്ക് തന്നിട്ടുണ്ട് എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് t1 is equal to തീറ്റ, എക്സ്പെക്റ്റേഷൻ ഓഫ് t2 is equal to തീറ്റ. ഇതെങ്ങനെയാണ് വന്നത്? t1ഉം t2ഉം അൺബയാസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ഫോർ തീറ്റ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? എക്സ്പെക്റ്റേഷൻ ഓഫ് t1 is equal to തീറ്റ, എക്സ്പെക്റ്റേഷൻ ഓഫ് t2 is equal to തീറ്റ. മനസ്സിലായില്ലേ? t1ഉം t2ഉം അൺബയാസ്ഡ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എക്സ്പെക്റ്റേഷൻ ഓഫ് t1 is equal to തീറ്റ, എക്സ്പെക്റ്റേഷൻ ഓഫ് t2 is equal to തീറ്റ. അപ്പോൾ ആൻസർ ഇത്ര എഴുതൂ. ഓക്കെ, അപ്പോൾ അത് എഴുതി. ഇനി നമുക്ക് തന്നിട്ടുണ്ട് t is equal to ഓക്കെ. ഇനി നമ്മൾ ടി സീക്വൽ, അതായത് ഈ ഒരു ടേമിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ടീന്ന് എടുക്കുകയാണ്. ഈ ഒരു ടേമിനെ നമ്മൾ ടീന്ന് എടുക്കുകയാണ് കേട്ടോ. ഈ ഒരു ടേമിനെ ടീന്ന് എടുക്കുകയാണ്. ഓക്കെ, ഇതിനെ നമ്മൾ ജസ്റ്റ് ടീന്ന് എടുക്കുക. അപ്പോൾ ടീന്ന് എന്താ വരിക? ടി സീക്വൽ ലാംഡ t1 പ്ലസ് 1 മൈനസ് ലാംഡ t2. ഓക്കെ, ഇനി എക്സ്പെക്റ്റേഷൻ കൊടുക്കുകയാണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് ടി, ജസ്റ്റ് ഇതിനൊരു ടീന്ന് ജസ്റ്റ് പേര് കൊടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ഇവിടെ കൊടുത്തു. അപ്പോൾ ഈ ഭാഗം എക്സ്പെക്റ്റേഷൻ കൊടുക്കാം. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് ലാംഡ t1, ലാംഡ പുറത്തേക്ക് എടുത്തു, ബാക്കി എക്സ്പെക്റ്റേഷൻ ഓഫ് t1 പ്ലസ് 1 മൈനസ് ലാംഡ ഇൻറ്റു t2. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് t2, 1 മൈനസ് ലാംഡ കോൺസ്റ്റൻ്റ് അല്ലേ, അപ്പോൾ അത് പുറത്തേക്ക് എടുത്തു, എക്സ്പെക്റ്റേഷൻ ഓഫ് t2 എഴുതി. ഓക്കെ, ഓരോ ടേമിനും സെപ്പറേറ്റ് എക്സ്പെക്റ്റേഷൻ കൊടുത്തിട്ട് പിന്നെ നമ്മൾ എങ്ങനെ എഴുതിയിട്ട് അപ്പോൾ ഇത്ര എഴുതൂ. ഓക്കെ, ലാംഡ ഇവിടെ ഉണ്ട്. എക്സ്പെക്റ്റേഷൻ ഓഫ് t1 പറഞ്ഞാൽ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് t1 പറഞ്ഞാൽ തീറ്റയാണ്. 1 മൈനസ് ലാംഡ എക്സ്പെക്റ്റേഷൻ ഓഫ് t2 എന്ന് പറഞ്ഞാൽ എന്താണ്? തീറ്റയാണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് t2 എന്ന് പറഞ്ഞാലും തീറ്റ. ഓക്കെ, നമ്മളിതിനെ സോൾവ് ചെയ്യുക. ലാംഡ തീറ്റ പ്ലസ് 1 ഇൻറ്റു തീറ്റ മൈനസ് ലാംഡ ഇൻറ്റു തീറ്റ മൈനസ് ലാംഡ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? ഈ ലാംഡ തീറ്റയും ക്യാൻസൽ ചെയ്ത് പോകും. ബാക്കി എന്താ കിട്ടുക? തീറ്റ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? എക്സ്പെക്റ്റേഷൻ ഓഫ് ടി is equal to തീറ്റ എന്ന് കിട്ടി അല്ലേ? അപ്പോൾ ടി ഈസ് ആൻ അൺബയാസ്ഡ് ഫോർ തീറ്റ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? ഈ ഒരു ടേം എന്ന് പറയുന്നത് തീറ്റയ്ക്ക് അൺബയാസ്ഡ് ആണെന്ന് കിട്ടി. ഓക്കെ, കിട്ടിയില്ലേ? അപ്പോൾ ഇത്രയും എഴുതുക കേട്ടോ, ഇത്രയും എഴുതുക. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ലാംഡ t1 പ്ലസ് 1 മൈനസ് ലാംഡ t2. അപ്പോൾ നമുക്കത് ഇനി വേരിയൻസ് ഓഫ് ടി കാണാം. വേരിയൻസ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, വേരിയൻസ് ഓഫ് ലാംഡ t1 പറഞ്ഞു. ലാംഡ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, വേരിയൻസ് ഓഫ് ax എന്ന് പറഞ്ഞാൽ എന്താ വരിക? a സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് എക്സ് ആണ്. ഇവിടെ എന്താ വരണത്? വേരിയൻസ് ഓഫ് ലാംഡ t1 നമുക്ക് എന്ത് പറയാം? ലാംഡ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് t1 എന്ന് വരും. ഓക്കെ, അതേപോലെ തന്നെ നമുക്കിവിടെ എന്ത് വരും? വേരിയൻസ് ഓഫ് 1 മൈനസ് ലാംഡ t2 നമുക്ക് എന്താ കിട്ടുക? 1 മൈനസ് ലാംഡ സ്ക്വയർ ഇൻറ്റു വേരിയൻസ് ഓഫ് t. അപ്പോൾ ആ സ്റ്റെപ്പ് എഴുതൂ. ഓക്കെ, ഇനി നമുക്ക് തന്നിട്ടുണ്ട് വേരിയൻസ് ഓഫ് ടി ഈസ് മിനിമം എന്ന് തന്നിട്ടുണ്ട് അല്ലേ? എപ്പോഴാണ് വേരിയൻസ് ഓഫ് ടി മിനിമം ആവുക? വേരിയൻസ് ഓഫ് ടി മിനിമം ആവണമെങ്കിൽ, അതായത് ഈ ആ ടേമിനെ ലാംഡ വേരിയബിളിനെയും കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വേരിയൻസ് ഓഫ് ടി മിനിമം ആവണമെങ്കിൽ ഡി വി ബൈ ഡി ലാംഡ, അതായത് ഈ ഒരു ടേമിന് ഇവിടെ വി എന്ന് പറഞ്ഞ വേരിയൻസ് ഓഫ് ടീനായിട്ട് ഉദ്ദേശിക്കുന്നത്, അതായത് ഈ വേരിയൻസിനെ ലാംഡയും കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 കിട്ടണം. അപ്പോഴാണ് വേരിയൻസ് ഓഫ് ടി മിനിമം ആയിരിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോ പോസ് ചെയ്ത് ആ സ്റ്റെപ്പ് എഴുതൂ. ഓക്കെ, എഴുതിയിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഒരു ടേമിൻ്റെ ഡിഫറൻസിയേഷൻ കാണുക കേട്ടോ. ഈ ഒരു ടേമിൻ്റെ ഡിഫറൻസിയേഷൻ കാണണം. അപ്പോൾ നമുക്ക് എന്താ വരിക? ഡി വി ബൈ ഡി ലാംഡ. നോക്ക്, ലാംഡ സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? 2 ലാംഡ ഇൻറ്റു വേരിയൻസ് ഓഫ് t1 എഴുതിക്കൂടെ? ഇതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം കേട്ടോ, ലാംഡ വെച്ചിട്ട്. അപ്പോൾ ലാംഡ സ്ക്വയറിന് എന്താ വരിക? 2 ലാംഡ. വേരിയൻസ് ഓഫ് ടി കോൺസ്റ്റൻ്റ് ആണ്, അത് അതേപോലെ എഴുതി. പ്ലസ് 1 മൈനസ് ലാംഡ സ്ക്വയറിന് നമ്മൾ എങ്ങനെ ചെയ്യുക? 2 ഇൻറ്റു 1 മൈനസ് ലാംഡ ഇൻറ്റു ഈ ലാംഡേൻ്റെ -1 കൊടുത്തു ഇൻറ്റു വേരിയൻസ് ഓഫ് t2 is equal to 0. ഇതൊക്കെ ഡിഫറൻസിയേഷൻ ആട്ടോ. അത് അറിയില്ലെങ്കിൽ വന്ന് ചോദിക്കാം. ഡിഫറൻസിയേഷൻ അറിയില്ലെങ്കിൽ വന്ന് ചോദിക്കാം. ഓക്കെ, അപ്പം അത് ഈക്വൽ ടു 0 ആണ്. കാരണം എന്താ? ഡി വി ബൈ ഡി ലാംഡ ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമ്മൾ ഈ ടേമിനും 0 കൊടുത്തു. ദെൻ
ഓക്കെ, ഇനി നമ്മൾ ഇതിന് എന്ത് ചെയ്യുക, ഒന്ന് ഓർഡർ ആക്കി എഴുതാം. അതായത് 2 × 1 -2 അല്ലേ വരിക. ആ 2 × 1 എന്താ കിട്ടുക, 2. അപ്പോൾ ഇവിടെ ഒരു -2 കൂടെ ഉണ്ട് അല്ലേ. നമ്മളിത് എങ്ങനെ കേട്ടോ, ഇത് 2 × 1 - λ × -1 2 - 2 λ × -1 ഇത് രണ്ടിനും ബാധകമാണ്. അപ്പോൾ രണ്ടിനും ബാധകം എന്ന് പറയുമ്പോൾ എന്താ വരിക, -2 + 2 λ 2 λ -2 അല്ലേ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, 2 λ -2 × വേരിയൻസ് ഓഫ് T2 = 0. ഓക്കെ, 2 λ × വേരിയൻസ് ഓഫ് T1 + 2 × ഓക്കെ, ഇത് എന്ത് ചെയ്യുക, അത് രണ്ടൊന്നും 2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ബാക്കി എന്താ കിട്ടുക, λ -1 × വേരിയൻസ് ഓഫ് T2 = 0. ഇത്രയും എഴുതാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ രണ്ടിൽ നിന്നും 2 കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. ഇതിന്ന് 2 കോമൺ ആയിട്ട് എടുത്തു, ഇതൊന്നും 2 കോമൺ ആയിട്ട് എടുത്തു, = 0. ഓക്കെ, ഇനി ഈ 2 ഇല്ലേ =0 അല്ലേ. അപ്പോൾ ഈ 2 ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താ, ഡിവൈഡഡ് ബൈ 2 0/2 പറഞ്ഞത് 0 ആയിപ്പോൾ. അപ്പോൾ നമ്മൾ ഞാൻ 2നെ കൺസിഡർ ചെയ്യണ്ട. λ × വേരിയൻസ് ഓഫ് T1 + λ -1 × വേരിയൻസ് ഓഫ് T2 = 0. ഓക്കെ, ഇനി എന്താ ചെയ്യാം, λ × വേരിയൻസ് ഓഫ് T1 അല്ലേ, അത് എന്ത് ചെയ്യുക, λ × വേരിയൻസ് ഓഫ് T1 = അതായത് ഈ ടേമിന് ഇപ്പുറത്തേക്ക് കൊണ്ട് ഈക്വൽ സൈൻ ഇപ്പുറത്തേക്ക് കൊണ്ട്. അപ്പോൾ λ -1 പറഞ്ഞാൽ എന്താണ്, ഇത് മൈനസ് ടേം ആവില്ല. അപ്പോൾ -(λ -1) × വേരിയൻസ് ഓഫ് T2 എന്ന് വരെ മൈനസ് ഉള്ളിക്ക് കൊടുക്കുക, -λ +1 × വേരിയൻസ് ഓഫ് T2. അപ്പോൾ എന്താ കിട്ടുക, 1 - λ × വേരിയൻസ് ഓഫ് T2 കിട്ടും. ഓക്കെ, which is equal to ഇനി λ എന്താ കിട്ടുക, വേരിയൻസ് ഓഫ് T1 = ഇതിനെ നമ്മൾ ചെയ്യാം 1 × വേരിയൻസ് ഓഫ് T2 വേരിയൻസ് ഓഫ് T2 -λ × വേരിയൻസ് ഓഫ് T2 λ × വേരിയൻസ് ഓഫ് T2. ഓക്കെ, അപ്പോൾ λ × വേരിയൻസ് ഓഫ് T1 + λ × വേരിയൻസ് ഓഫ് T2 എന്ന് പറഞ്ഞാൽ എന്താ വരിക, വേരിയൻസ് ഓഫ് T2. മനസ്സിലായില്ലേ. അതായത് ഈ λ -λ വേരിയൻസ് ഓഫ് T2നെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു, which is equal to വേരിയൻസ് ഓഫ് T2. അപ്പോൾ ഇത്ര എഴുതിയിട്ടുണ്ടാവും. ഇത് നമുക്ക് എന്ത് കിട്ടും, λ = ഈ വേരിയൻസ് ഓഫ് രണ്ടൊന്നും λ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. ഓക്കെ, രണ്ടൊന്നും λ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എന്താ കിട്ടുക, വേരിയൻസ് ഓഫ് T1 + വേരിയൻസ് ഓഫ് T2. അത് രണ്ടിനും ഇപ്പുറത്തേക്ക് നമുക്ക് എന്താ കിട്ടുക, ഈ ഒരു ഇക്വേഷനാണ് കിട്ടുക. ഇതൊക്കെ നിങ്ങൾ സിമ്പിളായിട്ട് സോൾവ് ചെയ്യുന്ന കേട്ടോ. ഇതൊന്നും അറിയില്ലെങ്കിൽ വന്ന് ചോദിക്കുക നാളെ തന്നെ. ഓക്കെ, ഈ ഭാഗങ്ങൾ അറിയില്ലെങ്കിൽ വന്ന് ചോദിക്കുക. അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ λ എന്താ കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് λ വാല്യൂ കിട്ടി. വേരിയൻസ് ഓഫ് T എപ്പോഴാണ് മിനിമം ആവുന്നത്, λ വാല്യൂ ഇതാകുമ്പോഴാണ് മിനിമം ആവുന്നത്. ഓക്കെ, ഇത്ര എഴുതാം. ഇനി അടുത്തത്, ഷോ ദാറ്റ് ദ സാമ്പിൾ മീൻ കാണില്ല അല്ലേ. ഷോ ദാറ്റ് ദ സാമ്പിൾ മീൻ x bar ഈസ് ദ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റ് ഫോർ ദ പോപ്പുലേഷൻ മീൻ മ്യൂ. നമ്മൾ ഇത്രയും കാലം പഠിച്ചത് എന്തായിരുന്നുടാ, അൺബയാസ്ഡിൻ്റെ കാര്യമായിരുന്നു അല്ലെ, അൺബയാസ്ഡ് എസ്റ്റിമേറ്റിൻ്റെ കാര്യമായിരുന്നു. നമ്മൾ ഇനി പഠിക്കാൻ പോണത് കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മുന്നേ എഴുതിയിട്ടുണ്ടാവും കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്ററുടെ കാര്യങ്ങൾ. ഓക്കെ, എടുക്കട്ടെ കേട്ടോ. കണ്ടോ, കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു ഇത് കാര്യം പറഞ്ഞു തന്നിരുന്നു, ഓർമ്മ ഉണ്ടോ. പിന്നെ ഞാൻ സഫിഷ്യൻറ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ഈസ് കൺസിസ്റ്റൻറ്റ് ഫോർ തീറ്റ എപ്പോഴാവുന്നത്, എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ടെൻസ് ടു തീറ്റ, വേരിയൻസ് ഓഫ് ടി ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, അപ്പോൾ ഇനി ഇവിടെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഇനി ശ്രദ്ധിക്കുക, നമുക്ക് എന്താ കാണാൻ പറഞ്ഞിട്ടുള്ളത്, x bar ഈസ് ദ കൺസിസ്റ്റൻറ്റ് എസ്റ്റിമേറ്റ് ഫോർ ദ പോപ്പുലേഷൻ മീൻ മ്യൂ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സാമ്പിൾ മീനാണ് കേട്ടോ, സാമ്പിൾ മീനിൻ്റെ കേസാണ് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് ടി ഈസ് കൺസിസ്റ്റൻറ്റ് ഫോർ തീറ്റ, ടി ഈസ് കൺസിസ്റ്റൻറ്റ് ഫോർ തീറ്റ എപ്പോഴാണ്, എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ടെൻസ് ടു തീറ്റ, വേരിയൻസ് ഓഫ് ടി ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി അല്ലേ. അവിടെ നമ്മളിവിടെ എന്താ പറഞ്ഞിട്ടുണ്ട്, x bar കൺസിസ്റ്റൻറ്റ് ഫോർ തീറ്റയാണ്,
കൺസിസ്റ്റൻറ്റ് ഫോർ പോപ്പുലേഷൻ മീൻ മ്യൂ അല്ലേ. അപ്പോൾ ടി കൺസിസ്റ്റൻറ്റ് ഫോർ തീറ്റ, അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു 0, വേരിയൻസ് ഓഫ് ടി ഈസ് ഈക്വൽ ടു 0. എക്സ്പെക്റ്റേഷൻ ഓഫ് ടി ടെൻസ് ടു തീറ്റ ആണ് കേട്ടോ, ഞാൻ 0 പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീറ്റ. വേരിയൻസ് ഓഫ് ടി ടെൻസ് ടു 0. ടി കൺസിസ്റ്റൻറ്റ് ഫോർ തീറ്റ ആണെങ്കിൽ. എക്സ് ബാർ കൺസിസ്റ്റൻറ്റ് ഫോർ മ്യൂ ആണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് കിട്ടേണ്ടത്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ ടെൻസ് ടു മ്യൂ ആണ്, വേരിയൻസ് ഓഫ് എക്സ് ബാർ ടെൻസ് ടു 0 ആണ്. ഇപ്പോൾ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ആയിരിക്കുമ്പോൾ. ഓക്കെ, നമുക്കതാണ് ചെയ്യേണ്ടത്. അപ്പോൾ നോക്ക്, എക്സ് ബാർ സാമ്പിൾ മീനിൻ്റെ കാര്യമാണ് പറയുന്നത്. സാമ്പിൾ മീൻ എക്സ് ബാർ ഫോളോ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ സെമിൽ പഠിച്ചാണ്. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ മ്യൂ ആൻഡ് വേരിയൻസ് സിഗ്മ ബൈ റൂട്ട്. സംശയം ഉണ്ടെങ്കിൽ തേർഡ് സെമിൻ്റെ നോട്ട് എടുത്ത് നോക്കുക കേട്ടോ. ഓക്കെ, അപ്പം ഇനി ഇത് ചെയ്യാൻ പറ്റില്ല, കാരണം ഒരുപാട് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു മ്യൂ ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു മ്യൂ ആണ് അല്ലേ. കാരണം എന്താ നോക്ക്, എക്സ് ബാർ വിത്ത് മീൻ മ്യൂ ആൻഡ് വേരിയൻസ് സിഗ്മ ബൈ റൂട്ട് 10. മീൻ പറഞ്ഞ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ മ്യൂ കിട്ടി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ബാർ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ് വരിക? സിഗ്മ ബൈ റൂട്ട് 10 അല്ലേ. വേരിയൻസ് ആണെങ്കിൽ ഞാൻ വിത്ത് മീൻ മ്യൂ ആൻഡ് വേരിയൻസ് സിഗ്മ ബൈ റൂട്ട് 10 എന്നാവും പറഞ്ഞിട്ടുണ്ടാവുക. വേരിയൻസ് അല്ല, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സിഗ്മ സ്ക്വയർ വന്നാലാണ് വേരിയൻസ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ബാർ എന്താണ്? സിഗ്മ ബൈ റൂട്ട് 10 നമുക്ക് അറിയുന്ന കാര്യമാണ്. വേരിയൻസ് ഓഫ് എക്സ് ബാർ അപ്പോൾ എന്താ വരിക? വേരിയൻസ് ഓഫ് എക്സ് ബാർ എന്താ വരിക? നേരെ ഇതിൻ്റെ സ്ക്വയർ എടുത്താൽ പോലെ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് ബാർ ഇതാണെങ്കിൽ ഇതിൻ്റെ സ്ക്വയർ എടുത്തു. സിഗ്മേൻ്റെ സ്ക്വയർ സിഗ്മ സ്ക്വയർ. റൂട്ട് 10ൻ്റെ സ്ക്വയർ എന്താ വരിക? റൂട്ട് 10ൻ്റെ സ്ക്വയർ n ആണ് വരിക. ഓക്കെ, ഇത്ര എഴുതി. ഇനി ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി, n ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ ഈക്വൽ ടു മ്യൂ തന്നെയാണ്. കാരണം എന്താ, ഇവിടെ എന്നിൻ്റെ ഒരു ടേമും വരുന്നില്ല. അപ്പോൾ n എങ്ങോട്ട് പോയാലും എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാറിന് ഒരു മാറ്റം ഉണ്ടാവില്ല. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ബാർ മ്യൂ കിട്ടി. ഇനി നോക്ക്, വേരിയൻസ് ഓഫ് എക്സ് ബാർ n 0യിലോട്ട് പോകുമ്പോൾ n ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ എന്താ ഈ ടേം വരിക? 0 അല്ലേ വരിക. വേരിയൻസ് ഓഫ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ ബൈ റൂട്ട് 10 ടെൻസ് ടു 0 ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി. കേട്ടോ, മനസ്സിലായില്ലേ? വേരിയൻസ് ഓഫ് എക്സ് ബാർ പറഞ്ഞാൽ സിഗ്മ സ്ക്വയർ ബൈ n ആണ്. n ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ n പറഞ്ഞാൽ വലിയൊരു നമ്പർ ആകുമ്പോൾ നോക്ക്, ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായാലും 0ക്കല്ലേ ടെൻഡ് ചെയ്യാം അല്ലേ. അപ്പോൾ നോക്ക്, 1 ഡിവൈഡഡ് ബൈ 10,000 എന്താ വരിക? 1ന് 10,000 ഡിവൈഡ് ചെയ്താൽ 0.000 അല്ലേ വരിക. അതേ ഇപ്പം എന്താ 0ക്ക് ടെൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ താഴെ ഒരു വലിയ നമ്പർ, ഇൻഫിനിറ്റി പറഞ്ഞാൽ ഏറ്റവും വലിയ നമ്പർ അല്ലേ, വലിയ നമ്പർ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ വരിക? അത് 0ക്ക് ടെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് കിട്ടി കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ദ സഫിഷ്യൻറ്റ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. നമുക്ക് തന്നിട്ടുള്ള 2 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ എന്ത് പറയാം? എക്സ് ബാർ ഈസ് കൺസിസ്റ്റൻറ്റ് ഫോർ മ്യൂ എന്ന് പറയാം. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.